എല്ലാവർക്കും നമസ്കാരം. ഞാൻ എം.എ. റഷീദ്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആൻഡ് ട്രെയിനർ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയെക്കുറിച്ചും വികാസത്തെക്കുറിച്ചൊക്കെ പറയാൻ പോകുന്നത്. വളർച്ച, വികാസം എന്നത് കേൾക്കാൻ സമാനമായ പദമാണ്. ഇവ നല്ല വ്യത്യാസമുണ്ട്. രണ്ടിനും തുല്യമായ പ്രാധാന്യമാണ് ഉള്ളതെങ്കിലും ശിശുക്കളുടെ കാര്യത്തിലാകുമ്പോൾ പ്രത്യേകിച്ചും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു കുട്ടിയുടെ ഓരോ വളർച്ചയും നിർണായകമാണ്. അതിൻ്റെ ഘട്ടങ്ങൾ നിർണയിക്കപ്പെട്ടത് അളവിലും തോതിലും അത് പുരോഗമിക്കുന്നു. വളർച്ചയിലും വികസനത്തിലും ഇത് വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. ഒരു മാതാവ് എപ്പോഴും ആ കുട്ടിയുടെ കൈ വളരുന്നു, കാല് വളരുന്നു, ശരീരത്തിൻ്റെ വളർച്ച ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞിൻ്റെ പ്രകൃതം. നമുക്കറിയാം, ഇതിൽ ഗ്രോത്ത് എന്ന് പറയുന്നത്, വളർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. കുട്ടിയുടെ മസിലുകൾ ചലിപ്പിച്ചു തുടങ്ങുന്നു, കൈകാലുകൾ ചലിപ്പിക്കുന്നു, സ്റ്റെപ്പുകൾ കയറിയിറങ്ങുന്നു, കുട്ടി ഉയരവും തൂക്കവും വർദ്ധിക്കുന്നു. ഇതെല്ലാം കുട്ടിക്ക് വളർച്ചയുടെ കാര്യത്തിൽ എണ്ണപ്പെടുത്തേണ്ടതാണ്. ഇതാണ് വളർച്ച, ഗ്രോത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഡെവലപ്മെൻറ്റ്, അതായത് വികാസം എന്നത്, അത് വളർച്ച നമുക്ക് കാണാൻ സാധിക്കും, അളക്കാൻ സാധിക്കും, പ്രകടമാണ്. പക്ഷേ വികാസം എന്നത്, ഡെവലപ്മെൻറ്റ് എന്നത്, അതിന് വിദ്യാഭ്യാസവുമായി ബന്ധമുണ്ട്. അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ അളന്നെടുക്കാൻ സാധിക്കില്ല. ബുദ്ധിയുടെയും മനസ്സിൻ്റെയും പങ്കാളിത്തം അതിലുണ്ടായിരിക്കണം. പെട്ടെന്ന് അളന്നു ഒറ്റപ്പെടുത്താനാകാത്ത വിധം അതിസങ്കീർണമായ സൂക്ഷ്മ ഘടകങ്ങൾ ചേർന്നതാണ് ഡെവലപ്മെൻറ്റ് എന്നത്. ഒരു പന്ത് എറിയാൻ തുടങ്ങുന്ന കുട്ടി അതിൻ്റെ ശരീരം ചലിപ്പിക്കുന്നു. ഓടാൻ തുടങ്ങുന്ന കുട്ടി തൻ്റെ ശരീരം ചലിപ്പിക്കുന്നു. ഇതിന് പേശികളുടെ ചലനം ആവശ്യമാണ്. പക്ഷേ ഈ ചലനത്തിന് കൂടുതൽ അതീവ ശ്രദ്ധയും സൂക്ഷ്മതയും ഉള്ള ഒട്ടേറെ കോശങ്ങളുടെയും മസിലുകളുടെയും ഏകോപനമാണ് ഇതിൻ്റെ യഥാർത്ഥ ഈ പ്രവർത്തനം. അപ്പോൾ അവിടെ അത് സൂചിപ്പിക്കുന്നത് വികാസത്തെയാണ്. കുട്ടിയുടെ ബുദ്ധിയുടെയും മനസ്സിൻ്റെയും ഒക്കെ വികാസമാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ ഒരാളെ കാണുന്നു, ആ കുട്ടിയുടെ വലുപ്പത്തിനനുസരിച്ച് ആ കുട്ടിക്ക് മാനസികമായ വികാസമുണ്ടോ, വളർച്ചയുണ്ടോ എന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക്, ഗ്രോത്ത് അതായത് വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായത് നല്ല ആരോഗ്യ പരിചരണവും പോഷകാഹാരങ്ങളുമാണെങ്കിൽ, ഒരു കുട്ടിയുടെ വികാസത്തിന്, ഡെവലപ്മെൻറ്റിന് ആവശ്യമായത് ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുള്ള കണ്ടെത്തലും മനസ്സിലാക്കലും മനസ്സും ബുദ്ധിയും കൂടിയുള്ള ഒരു സമഗ്രമായ വികസനമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിദ്യാഭ്യാസം. മാതാപിതാക്കളുടെ അടുത്ത് നിന്ന്, കൂട്ടുകാരുടെ അടുത്ത് നിന്ന് ഒക്കെ ലഭിക്കുന്ന അനുഭവങ്ങളും അത് ബുദ്ധിയും മനസ്സും അവരുടെ ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചറിയാനും ആ ഭാഗത്തുള്ള വികാസമാണ് മൊത്തത്തിൽ ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇതിൽ വളർച്ച നമുക്ക് അളന്ന് കണക്കാക്കാൻ പറ്റുന്നതാണെങ്കിൽ വികാസം എന്നത് നേരിട്ട് നമുക്ക് അറിയാൻ സാധിക്കില്ല. അത് അളന്ന് അനുഭവിക്കാൻ പറ്റാത്തതായതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ബിഹേവിയർ, പെരുമാറ്റങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് ആ കുട്ടിയുടെ ബുദ്ധിശക്തി ഉണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ട് മാത്രമേ ഈ വികാസത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ ഓരോ ഘട്ടത്തിലും, വളർച്ചയുടെയും വികാസത്തിൻ്റെയും ഈ ഘട്ടത്തിൽ നമ്മുടെ ചുറ്റുപാടിൻ്റെ സ്വാധീനം വളരെ വലുതാണ്. രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും അതുപോലെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഈ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കുട്ടികളുടെ ഭക്ഷണം കൊടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല, പോഷകാഹാരങ്ങൾ കൊടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ കുട്ടിയുടെ വികാസത്തിന്, ഡെവലപ്മെൻറ്റിന് ആവശ്യമായ രീതിയിൽ ആ കുട്ടിയെ കാണാനും പരിചരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം എന്നറിയിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.